എൻ്റെ വണ്ടൂരിലും ഒന്നും താമസിക്കുന്ന നമ്മളൊന്നും അങ്ങനെ ആയി തീരരുത് മക്കളെ. ഉമ്മയുടെ വാക്ക് ധിക്കരിക്കുക, ഭാര്യയുടെ വാക്ക് കേൾക്കുക, അത് ഉണ്ടാവൂല. ഉമ്മന്റെ കഷ്ടപ്പാട് അറിയണ ഒരു വീട്ടിൽ അത് ഉണ്ടാവൂല. അതുണ്ടായാൽ അത് നമ്മൾ തിരുത്തുകയും ചെയ്യണം. അതിന് നമ്മൾ ഉമ്മാനോട് മാപ്പ് പറയണം. ഉമ്മനോട് ചോദിക്കണം, ഉമ്മ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത്? എനിക്കൊന്നും വേണ്ട മോനെ, ഒന്നുമില്ല, ഒരു 500 തക്കാളി, 250 പിന്നെ ഇതും ആർക്കാ, അത് എൻ്റെ കുട്ടിയൊക്കെ തന്നെയാണ്, വേറൊന്നും ഉമ്മാൻ്റെ അടുത്ത് ലിസ്റ്റിൽ ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ കുട്ടിയൊക്കെയുള്ളത് മാത്രമേ ആ ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാവൂ. എന്നിട്ട് നിങ്ങൾ ഭാര്യനോട് ചോദിച്ചു നോക്കി. ഭാര്യ പറയും കൺമഷിൻ്റെ ലിസ്റ്റ് വേറെ ഉണ്ടാവും, മറ്റിൻ്റെ ഫാൻസി സെൻ്ററത്തെ വേറെ ഉണ്ടാവും, പിന്നെ കലം വാങ്ങിയ മോഡൽ ശരിയാകായിട്ട് അതിനുള്ളത് വേറെ ഉണ്ടാവും. ആയിക്കോട്ടെ കേട്ടോളി, പക്ഷേ ഉമ്മാൻ്റെ ലിസ്റ്റ് ആദ്യം വാങ്ങി വെക്കുക. വാപ്പയോട് ഇറങ്ങുമ്പോൾ പറയാം, വാപ്പ ഞാൻ ഇറങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കങ്ങളും അതുപോലെ തന്നെ മാലയുടെ കയറച്ചാൽ മുത്തുമണികൾ താഴേക്ക് വീഴുന്നത് പോലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അതിനാ സ്വദീഖഹു വഅഖ്സാ അബാഹു. മക്കൾ വാപ്പയോട് അകലുകയും കൂട്ടുകാരോട് അടുക്കുകയും ചെയ്യുന്ന കാലം വരുമ്പോൾ പ്രപഞ്ചത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അതൊന്നും അങ്ങനെ തന്നെയല്ലേ? വാപ്പയോട് എനിക്കും ഇങ്ങൾക്കും അടുപ്പുണ്ടോ? ഉപ്പയോട് വിശദമായിട്ട് പറയാറുണ്ടോ? വാപ്പ നമ്മളോട് ചോദിക്കാൻ, നമ്മൾ അങ്ങോട്ടുള്ള പോക്കും ഇങ്ങോട്ടുള്ള വരവും, വണ്ടി വേറൊന്ന്, ഉച്ചക്ക് വേറൊന്ന് ഒക്കെ ആവുമ്പോ വാപ്പ ചോദിക്കാൻ, അല്ല എൻ്റെ അടുത്ത് എന്ത് ഉണ്ടാവും? എൻ്റെ അടുത്താ എന്ത്? അല്ല മുതല് ഉണ്ട്, അല്ല എത്ര ഉണ്ടാവും? ഉണ്ടേ, അല്ല എന്നാലും എത്ര ഉണ്ടാവും? ഉണ്ട്, നിങ്ങളോടല്ലേ പറഞ്ഞേ? ഞാൻ വാപ്പ ചോദിക്കണത് ആരെ സ്വത്താറിയോ? നിന്റെ സ്വത്തല്ല, വാപ്പാന്റെ സ്വത്താ. നബി തങ്ങളുടെ അടുക്കൽ ഒരാൾ കയറി വന്നുകൊണ്ട് പറഞ്ഞു, നബി തങ്ങളെ, എന്റെ സ്വത്തിനോട് എന്റെ ഉപ്പക്കെന്തോ അനുരാഗമുള്ളത് പോലെ തോന്നുന്നു, ഞാൻ എന്താണ് നബി തങ്ങളെ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തുടുപ്പിച്ചുകൊണ്ട് ചുവന്ന കണ്ണുമായി വിരൽ ചൂണ്ടിക്കൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അൻത വമാലുക ലിയബീക, നീയും നിന്റെ സ്വത്തും നിന്റെ ഉപ്പക്കുള്ളതാണ്. നോക്കൂ നിങ്ങള്, വാപ്പ മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലുന്നതിന്റെ മുമ്പ് റോഡിന്റെ വക്ക് ഞമ്മക്ക് ആക്കണട്ടോ എന്ന് മധ്യസ്ഥനോട് വിളിച്ചു പറയുന്ന തിരക്കാ ഞമ്മക്ക് ഉണ്ടാകുക. അപ്പൊ മധ്യസ്ഥൻ വിളിച്ചു പറയും, എടുക്കടാ മയ്യത്ത് എടുക്കട്ടെ, എന്നിട്ട് പോരെ, എന്നായിക്കോട്ടെ മയ്യത്ത് എടുത്തിട്ട് മതി. നോക്കി നിങ്ങൾ, ഇതാ കാലം. എന്നാലോ ഇതാരെ നമുക്ക് തന്നെ, നമ്മൾ ഉപ്പ മരിക്കുമ്പോ നമ്മക്ക് സ്വത്ത് നമ്മക്കാന്ന് ആരാ നമ്മളോട് പഠിപ്പിച്ച്? മൻമോഹൻ സിംഗ് ഉത്തരവിട്ടതാ? അല്ല, ഖുർആൻ പറഞ്ഞതാ. ആ ഖുർആൻ നേരെ ഇങ്ങോട്ട് നമുക്ക് ബോധ്യപ്പെടുത്തുക. ഏത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം വാപ്പയുടെ സ്വത്ത് ഞമ്മക്ക് കിട്ടുന്നത് പോലെ അങ്ങനെ ക്കുമ്പോഴാണ് നമ്മൾ മരിച്ചാൽ നമ്മളെ കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോ നമ്മളെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വത്ത് വാപ്പാക്ക് കൊടുക്കണം എന്ന് പറയുമ്പോ നമുക്കൊരളക്കാം. അതെന്താ അങ്ങനെ? ഇതെന്തങ്ങനെ? വാപ്പ മരിച്ചാ വാപ്പാന്റെ സ്വത്ത് ഞമ്മക്ക് തരണം. വാപ്പാക്ക് പഞ്ചായത്ത് കൊടുത്തൂടെ, പള്ളിക്ക് കൊടുത്തൂടെ? പക്ഷെ അത് ഞമ്മക്ക് തരണമെന്ന് വിധിച്ച ദീൻ, ആ ദീൻ തന്നെയാണ്. വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ മകന്റെ സ്വത്ത് വാപ്പാനെ ഏൽപ്പിക്കണം. കാരണം വാപ്പാന്റെതാണത്. നബി പറഞ്ഞെന്താ അറിയോ? മകന് വാപ്പാന്റെ സ്വത്ത് എടുക്കണമെങ്കിൽ കുറെ വട്ടം ചോദിക്കണമല്ലോ. മേശപ്പുറത്ത് 500 നോട്ട് കണ്ടു, നമ്മളതല്ല വാപ്പാന്റെതാണ്, അത് എടുക്കണമെങ്കിൽ വാപ്പാനോട്, വാപ്പ ഒരു 500 നോട്ടുണ്ട്, നമ്പർ ഇത്രയാണ്, അത് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചാലേ എടുക്കാൻ അനുവാദമുള്ളൂ. നമ്മളെ മേശപ്പുറത്ത് 500 റുപ്യ ഉണ്ടെങ്കിലോ അത് എടുക്കാൻ വാപ്പാക്ക് നമ്മളോട് ചോദിക്കണ്ട, നമ്മളെ പെണ്ണുങ്ങളോടും ചോദിക്കണ്ട. സ്ത്രീധനം കൊടുത്ത മുതലാണെങ്കിൽ ഓളോട് ചോദിച്ചേണ്ടി വരും, നമ്മളോട് ചോദിച്ചിട്ടില്ലെങ്കിലും. പക്ഷേ നമുക്കെന്താ, നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രത എന്താ? സ്ത്രീധനം വാങ്ങാത്ത വിവാഹങ്ങളാകണം. മുവഹിദുകളെ, ഈ പന്തലിരിക്കണം നമ്മളെങ്കിലും സ്ത്രീധനല്ലാതെ കല്യാണം കഴിച്ചാൽ ഒരു 1000 അമ്മോശാക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ ജീവിച്ചു മരിച്ചു പോയിക്കൂടെ? പക്ഷേ നോക്കി നിങ്ങൾ, എല്ലാവരും അറ്റാക്കായിട്ട് എല്ലാ വാപ്പാരും ആശുപത്രിയിലാണ്. ഒന്നല്ലെങ്കിൽ ഒരു വാങ്ങ് കഴിഞ്ഞാണ്, ഒന്നല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായിട്ട് കാണും. എന്തേ കാരണം? ഒന്നുമില്ല, നമ്മളൊരു 3-4 ആൾ ഇൻസൈഡ് ചെയ്താൽ പെരീ ചെന്നാണ്. അത് തന്നെ, വേറൊന്നുമല്ല, പറയേണ്ടപ്പോൾ അതൊന്നും. അതുകൊണ്ട് പറയാണ്, നമ്മളെങ്കിലും നന്നാകുക. നാളെ പടച്ചോന്റെ അടുത്ത് ചെല്ലുമ്പോൾ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ അനർഹമായ സ്വത്ത് നിങ്ങൾ അനർഹമായി തമ്മിൽ തിന്നരുതെന്ന് നമ്മളോടല്ലേ സുഹൃത്തുക്കളെ പറഞ്ഞത്? അതുകൊണ്ട് നോക്കി നിങ്ങൾ, സുന്നിയും പറഞ്ഞു, മുജാഹിദും പറഞ്ഞു, ജമാഅത്തും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു സ്ത്രീധനം വാങ്ങരുത്. പക്ഷേ നമുക്ക് അങ്ങനത്തെ കാര്യമായതുകൊണ്ട് ഓല ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ശ്രീധരൻ ഇനി കണ്ണുരുട്ടി വാങ്ങണ്ട, പറഞ്ഞു വാങ്ങണ്ട. ശ്രീധനുണ്ടോ? ശ്രീധനൊന്നുമില്ല. ശ്രീധനൊന്നുമില്ലാത്ത കല്യാണമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാന്നാ മൗലവിനോട് പറയാം. മഹല്ലത്തെ കാളിയാരോട്. മഹല്ലത്തെ കാളിയാർ എല്ലാം വെള്ളക്കുപ്പായം വെള്ള തുണിയൊക്കെ എടുത്തു ഉഷാറായിട്ട് നിക്കാഹിന് ഒരുങ്ങി വരുമ്പോ അയലോക്കത്തത് വരുന്ന വെച്ച ബ്രോക്കറെ കണ്ടു. എങ്ങട്ടാ നിങ്ങള്? ശ്രീധനല്ലാത്ത നിക്കാഹുണ്ട്, അതിന് പോവുക. ഏതാ പേര? 10/12 ഇന്ന ആളതാ. അത് 1:30. എന്ത് ശ്രീധനാ? അസ്സലാമു അലൈക്കും. അയാൾ കേട്ട് എന്തിനു പറ്റും അയാളെ? എന്നിട്ട് അങ്ങനത്തെ ഒരു ഉസ്താദിനെ കൊടുത്തിട്ട് നമ്മൾ വലിയൊരു മൈക്കൊക്കെ വെച്ച് നല്ല ഗംഭീര സ്ത്രീധന വിരുദ്ധ പ്രസംഗമൊക്കെ നടത്തി അയാൾ ആ മഹല്ലിൽ നാണം കെട്ട് പോയി എന്നല്ലാതെ എന്തുണ്ടാവും? അതുകൊണ്ട് രഹസ്യം വേണ്ട, പരസ്യം വേണ്ട, കണ്ണുരുട്ടി വാങ്ങണ്ട, ഒന്നും വേണ്ട. ഉള്ളതു മതി. എന്തെങ്കിലും ഒരു കുറവോ എമ്മക്കാർക്കെങ്കിലും വന്നിക്കണോ സുഹൃത്തുക്കളെ? ഇല്ല. അതുകൊണ്ട് നമ്മളുടെ ഉപ്പയോട് സ്നേഹം കാണിക്കുന്നത് പോലെ നമ്മളുടെ ഭാര്യയുടെ ഉപ്പയോടും സ്നേഹം കാണിക്കുവാനും അവരോട് താഴ്മ കാണിക്കുവാനും നമുക്ക് കഴിയണം. ഖുർആൻ പറയാണ്, അല്ലാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വഖലാ റബ്ബുകല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നിതാ വിധിച്ചിരിക്കുന്നു. മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം എന്നും ഒരാളോ രണ്ടാളോ അസുഖം ബാധിച്ച് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരോട് ചേ എന്ന് പോലും മ്ലേച്ഛ വാക്ക് പോലും പറയരുത്. വലാ തൻഹറുഹുമാ, നിങ്ങൾ തറവാട്ടിലേക്ക് ആട്ടിയോടിക്കുകയും ചെയ്യാൻ പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നിങ്ങൾ മാന്യമായ വാക്കുച്ചരിക്കണം. കഷ്ടതകൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ധർമ്മസമരം ചെയ്യുന്നവരാണ് സഹോദരന്മാരെ മുജാഹിദുകൾ. ധർമ്മസമരം ചെയ്യുന്നവരാണ്, വഅലുകൾ സംഘടിപ്പിക്കുന്നവരാണ്. ഒരുപാട് അടിയും മിടിയും ഏറ്റുകൊണ്ട്, ഒരുപാട് കഷ്ടതകൾ സഹിച്ചുകൊണ്ട് ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ നാടാണിത്. കാരണം ധർമ്മത്തിനു വേണ്ടിയാണ് പോരാട്ടം. ഓർക്കുക മുവഖ്ഖിദുകളെ, മുജാഹിദുകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ധർമ്മസമരത്തിന് ഇറങ്ങുന്നവനോട് പറഞ്ഞു, മാതാവ് വീട്ടിലുണ്ടോ, പിതാവ് വീട്ടിലുണ്ടോ എങ്കിൽ നീ അവരുടെ അടുക്കലേക്ക് മടങ്ങുക. അവിടെയാകുന്നു നിന്റെ ധർമ്മസമരം. നമ്മളെ കൂടുന്നവരും പായുന്നവരും ആദർശത്തിനു വേണ്ടി നിലകൊള്ളുന്നവരും ഒക്കെയാകട്ടെ സ്വന്തം ഉപ്പ ഒന്നുമല്ലാതെയായി പോകാൻ പാടില്ല. അല്ലേ? നോക്കിങ്ങള് രാഷ്ട്രീയ പാർട്ടികൾ പാവങ്ങൾ ഓൽക്ക് പരലോകത്തൊക്കെ ഒന്നും ഒരു വെക്കണില്ല. എന്നാലും കണ്ടില്ലേ നിങ്ങളാ ഇലക്ഷന്റെ അന്നൊക്കെ ഏറ്റി കസേരിയിൽ ഏറ്റി കൊണ്ടുപോയി ബൂത്ത് കൊണ്ടേ വോട്ട് കഴിഞ്ഞ് എത്ര ആത്മാർത്ഥമായിട്ട് പുരയിലൊക്കെ കൊണ്ടേയാക്കണേ. ഓർക്ക് നോക്കി നിങ്ങൾ സ്ഥാനാർത്ഥി ജയിച്ച് കിട്ടണം എന്നേ ഉള്ളൂ. ഇനി ചിലപ്പോ ഓല് വിചാരിച്ച സ്ഥാനാർത്ഥി തോറ്റു ചെയ്തു, അത് കരുതി കാണ്ട് വാപ്പാനെ വന്ന് തല്ലാൻ നിൽക്കലുണ്ടോ? ഇല്ലല്ലോ. അയാൾ ഏറ്റിക്കൊണ്ട് അയാളെ നമ്മളെ രാജ്യത്തിന്റെ പേരിൽ ഇവിടെ ഒപ്പിട്ടല്ലോ എന്ന സന്തോഷമേ ഉള്ളൂ. നോക്കി നിങ്ങൾ എന്നാ റസൂള്ള പറഞ്ഞു, ഈദ്ഗാഹിനൊക്കെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളെ വാപ്പാനെയും വല്യമ്മാനെയും ഒക്കെ കൊണ്ടുവരണം. നമ്മൾ പറയും അവിടെ കടന്നോളിട്ടോ ഔത്തർച്ചി കൊടുന്നിക്കണ്, ബാക്കിയില്ലൊന്നും ഓൽക്ക് തിന്നാൻ പറ്റില്ല, അതുകൊണ്ട് ഔത്തർച്ചി കൊടുന്നിക്കാണ്ട് ഇരുന്നോളി. ഓൽക്ക് ഔത്തർച്ചി നിന്ന് ഔത്ത് കുത്തിർക്കാനുള്ള വിധി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് കൊണ്ടുവരാൻ പള്ളിക്കൊക്കെ പോരണമെന്നുണ്ടൊന്ന് പോരട്ടെ. എന്നാ പോരിയപ്പ ഇരിക്കി, വണ്ടിമക്കരിക്ക. അപ്പൊ വണ്ടിമരിക്ക എന്നാ ഓട്ടോറിക്ഷ വരട്ടെ. അങ്ങനെ അവരുടെ ഓരോ അങ്ങക്കെന്താ, എനിക്ക് ഇളയമ്മാന്റെ പെരിയിലൊന്ന് പോണം. ഇങ്ങക്കോ ഇപ്പോളോ ഇന്നേരത്തോ ഇങ്ങക്കോ? അതോടുകൂടി അയാള് പറഞ്ഞു എനിക്ക് ഉടുക്കും പോണ്ട. നേരെ മറിച്ച് പറയൂ, ഇളയമാനെ അതെന്തേ? ഒന്നുമില്ലടാ, ഞാൻ ഇന്നലെ അന്തിക്ക് സ്വപ്നം കാണണമല്ലൊന്ന് പോണം. എന്നായിക്കോട്ടെ, ഞാൻ പരപ്പനങ്ങാടി പോകാൻ തീരുമാനിച്ചാൽ ഞാൻ ഒന്ന് പോണില്ല. നിങ്ങളെ ഇളയമാനെ കാണിച്ചിട്ടേ ഇന്ന് ഇഞ്ച ഉച്ചക്കത്തെ ചോറുള്ളൂ. ആ വണ്ടി കയറ്റി അവിടെ കൊണ്ടുപോയി ഇളയമീൻ തന്നെ അപ്പൊ പറയും, മനെ എന്നെ കാണണമെന്ന് ഞാൻ രാവിലെ 9 മണിക്ക് ഇങ്ങോട്ട് ആലോചിച്ചിട്ടുള്ളൂ. അപ്പോത്തിനോല് 2 കണ്ടാൾ വർത്താനം പറഞ്ഞ് സന്തോഷങ്ങളും കൊടുത്തിരുത്തിയ നമ്മളെ മക്കൾ ഇങ്ങനെ നമ്മളെ കാണുകയാണ്. ബാപ്പാനെ ഇങ്ങനെ നോക്കണല്ലേ, വല്യമ്മാന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോകണല്ലേ. ആ പതിപ്പുകൾ സീരിയലുകളായി നമ്മളുടെ വീട്ടിൽ മോശമായ പതിപ്പുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകൾക്ക് പകരം ജീവിതത്തിന്റെ സീരിയലുകൾ നമ്മളുടെ മക്കൾ ഇങ്ങനെ ഒപ്പിയെടുത്തു വെക്കുകയാണ്.
10-15 കൊല്ലം കഴിയുമ്പോൾ അവരതാ പ്രതികരിക്കുന്നു. പ്രായമായി ചാരുകസേരയിൽ കാലം നീട്ടിയിരിക്കുന്ന നമ്മൾ പറയുന്നു, എനിക്കെന്റെ ഉമ്മയുടെ വീട്ടിലൊന്ന് പോകണം. ഉടനെ അതാ കാർ വന്ന് നിർത്തുന്നു, കേറ്റുന്നു, നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നു. അവിടെ നിന്നതാ തിരിച്ചു കൊണ്ടുവരുന്നു. കാലെടുത്ത് വെച്ചുകൊണ്ട് ബെഡിലേക്ക് വെച്ചതെന്ന് നമ്മളെ അതാ കിടത്തി ഉറക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിൽ നിന്ന് ഈ ലോകത്ത് ഞങ്ങൾ കാണിക്കുന്ന മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, പൊന്നുമക്കളെ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് കണ്ടുപഠിച്ച് ഭാവിയിൽ നിങ്ങൾ ഞങ്ങൾക്കത് തിരിച്ചു തരണം എന്ന് നിങ്ങളോടിപ്പോൾ അപേക്ഷിക്കുകയാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ വിശ്വാസികളെ, അങ്ങനെ അവരിൽ നിന്ന് കാണണം, അവരിൽ നിന്ന് കേൾക്കണം. എന്നിട്ട് ഖുർആൻ പറയാ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണം? അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. ജനാഹദിൽ മിനർ റഹ്മാ, കാരുണ്യത്തിൽ നിന്ന് താഴ്മയുടെ ചിറകുകൾ നിങ്ങൾക്ക് അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. എന്താണ് ഈ താഴ്മയുടേത്? പാപ്പാ അസ്സലാമു അലൈക്കും. പിന്നെ എന്തേ? ഒന്നുമില്ലടാ, ചെറിയൊരു അസുഖം. എന്നാ കിടക്ക, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എപ്പോഴും അങ്ങനെ തന്നെയാ, എപ്പോഴും അങ്ങനെ തന്നെ. വാപ്പ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ വാപ്പ ഇങ്ങോട്ട് കയറി വന്നാ അറിയാതെ കാണാം ആ സീറ്റിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് നമ്മൾ നിലത്തേക്ക് ഇങ്ങോട്ട് പോണ്. വാപ്പ റിച്ച് അവിടെ ഇരുന്നടാ. അല്ല അപ്പ, എന്നാലും നിങ്ങൾ വരുമ്പോ ഞാൻ ഈ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ കുത്തിർക്കാന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ ഏർപ്പാടല്ല. ഇപ്പം എന്നെ ബഹുമാനിച്ചാൽ മാത്രം അല്ല, അങ്ങനെയല്ല. അത് അള്ളാഹ് നമ്മളോട് പറഞ്ഞാൽ അത് കേൾക്കുക. ഉമ്മയോടും അങ്ങനെ തന്നെയാണ് അല്ലേ? ഇത് പലപ്പോഴും അങ്ങനെയല്ല വീട്ടിലെ സമീപനം ഉണ്ടാകുക. പെരിയിൽ എന്നാ വാപ്പേതാ മകനേതാന്നൊന്നും ഇരുത്തം കൊണ്ടും ഒന്നും തിരിച്ചറിയില്ല. കാരണം നേരെ തിരിഞ്ഞു പോകും. സംസാരം കൊണ്ടോ നമ്മളെ പെരിയിലേറ്റ വാപ്പാനോട് 20 ദിവസം വന്ന് താമസിക്കാനായിട്ട് പറഞ്ഞിക്കണമെങ്കിൽ പിന്നെ ആ വാപ്പാക്ക് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ പോയി പാർക്കാന്നല്ലോ. എന്നാലും അവിടുത്തെ സെക്യൂരിറ്റിന്റെ ചൂട് കേട്ടാൽ മതി, ഇവന്റെ ചീത്ത കേൾക്കേണ്ടതില്ല. ഇന്റെ പേരേത് മര്യാദ കടക്കുത്തുള്ളൂ. കുരച്ചിട്ട് അങ്ങോട്ട് തുപ്പാൻ നിൽക്കണ്ട, കോളാമ്പി ഇവിടെ നോക്കി ബീഡിക്കുറ്റിട്ട് തണ്ടിടണ്ട, മര്യാദക്കുന്നോളി, മെല്ലെ കുറച്ചോളി, സൈലൻസർ അടിച്ചു കുറച്ചോളി. ഇവിടെ ആൾക്കാരൊക്കെ വരും ബിസിനസ് ആവശ്യാർത്ഥം, ടിവിന്റെ ഇങ്ങക്ക് ഇതൊക്കെ പറഞ്ഞ് അയാൾ മെല്ലെ എഴുന്നേറ്റ് പോവും. പിന്നെ നമുക്ക് ആ വാപ്പാനെ കാണാൻ കഴിയൂല. ആ വാപ്പ ചിലപ്പോൾ അങ്ങനെ പോവും. പെരീക്ക് പോണ വൈജയക്കാരം നമ്മളെ ചീറ്റി നമ്മളെ വാക്ക് കേട്ടിട്ട് 20 കിലോമീറ്റർ ദൂരമുള്ള പൊരീക്ക് വാപ്പാക്ക് കൊണ്ടയാക്കാൻ പറയാൻ മനസ്സില്ല. വാപ്പ നടന്നു വഴിവക്കിൽ വെച്ച് കുഴഞ്ഞു വീട് വാപ്പ മരിച്ചു എന്ന് വരും. പടച്ചോന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എപ്പോഴും ഏത് വാക്ക് പറഞ്ഞിട്ടാ വാപ്പാക്ക് അറ്റാക്ക് ഉണ്ടാകുന്ന ഞമ്മക്കറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും പറയരുത്. നല്ല വാക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മാന്യമായ വാക്ക് പറഞ്ഞോളീന്നാ. അത് പറയണമെങ്കിൽ ഇപ്പം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മാതിരിയുള്ള സ്ഥാപനത്തിൽ പോയി 2 മാസം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് വേണം. ഇതുവരെ പഠിച്ച ഭാഷയൊന്നും പോലോട് നമ്മളോട് പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പൊ ഒന്ന് ചൊവ്വനൊക്കെ ഒന്ന് പഠിച്ച ഒക്കെ ഒന്ന് കയറി ചെല്ല, സലാം പറയാ, നല്ല വാക്ക് പറയാ, ഉപ്പ 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 ഉപ്പ. മക്കളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഞാൻ ഇപ്പൊ ഇവിടെ ഇവിടെ ആപ്പ അമ്മ എന്നൊക്കെ പറയണേ. ഇവിടെ ചില കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും, ഓൽക്ക് അതൊന്നും മനസ്സിലാവുണ്ടാവില്ല. ഓലിങ്ങനെ വിചാരിച്ചിട്ട് ആരായിട ഈ വാപ്പ, ആരായി ഉമ്മ, ഓനാകെ ഡാഡി മമ്മി ഉണ്ടാവുള്ളൂ. ഓനെ മദ്രസ് പോയിട്ടും കാര്യമില്ല, സ്കൂളിൽ പോയിട്ടും കാര്യമില്ല. കാരണം ഒരു വാപ്പി ഇമ്മിയ കേൾക്കണം, അതോനില്ല, ഡാഡി മമ്മിയേ ഉള്ളൂ. ഡാഡി മമ്മിനെ കുറിച്ച് ഖുർആനിലെ ഹദീസിലൊന്നും പറയണില്ല. ഓന്റെ കണക്ക് പ്രകാരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പഠിപ്പിച്ചു കൊടുക്കുന്നോടത്ത് ഞാനും നിങ്ങളും ശരിയാകണം കേട്ടോ. ശരിയായില്ല എന്ന് ഞാൻ പറയല്ല, പക്ഷേ അവർക്കൊക്കെ ബോധവും ബോധ്യവും ഒക്കെ നമ്മൾ കൊടുക്കണം. അവരെ ആട്ടി ഓടിക്കാൻ പാടില്ല. അവരെ നമ്മൾ നോക്കണം, അവരുടെ അടുക്കൽ നമുക്ക് ഇരിക്കണം, അവരുടെ നോക്കിക്കൊണ്ടിരുന്ന് അവർക്ക് ആശ്വാസം കൊടുക്കണം, അവർക്ക് സന്തോഷം കൊടുക്കണം. ആദർശമോ അതും നമ്മൾ കൊടുക്കണം. പലരും നമ്മൾ രക്ഷപ്പെടും. ഒരുപാട് നോക്കൂ നിങ്ങൾ, മുസ്ലിം സമൂഹത്തെ ഒരു ഭാഗത്ത് ഇല്ലാത്തവയിലേക്ക് കൊണ്ടുപോവുകയാണ്. റസൂലിനോടുള്ള സ്നേഹം കാണിക്കേണ്ടതിന് പകരം ബസ്സിലിങ്ങനെ യാത്ര ചെയ്തപ്പോ ബോർഡ് കണ്ടു, എന്താണെന്നറിയോ? ഷെയറേ മുബാറക്. അത് തന്നെയാണ് ശരി. ഷെയർ വിരിച്ച 1000 10,000 ഷെയർ. ഇംഗ്ലീഷിൽ അങ്ങനെയാണല്ലോ, ഷെയർ എന്നാണല്ലോ. അത് തന്നെയാണ് അതിന്റെ ശരി. ഷെയർ വിരിക്കുക, 1000 10,000 പിരിച്ച് മുസ്ലിം ഉമ്മത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1000കണക്കിന് മുടിയുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്നു. ഭക്ഷണം കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ, എണ്ണയില്ലേ? എണ്ണയുണ്ടായിരുന്നുവെങ്കിൽ അത് കുടിച്ചിട്ടെങ്കിലും നമുക്ക് വിശപ്പ് മാറ്റാമായിരുന്നു. അന്നത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1000കണക്കിന് മുടി തലയിലുണ്ടായിരുന്ന റസൂലുള്ളാഹി അതിനൊരു മുടി എടുത്തിട്ട് 1000 10,000 3000 ലേലം വിളിച്ചേക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണിയിൽ തൂക്കിയിട്ട പടയങ്കിയെടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തു. അത് പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് അരിയും അന്നത്തേക്കുള്ള എണ്ണയും വാങ്ങി. ആലോചിച്ചു നോക്കൂ, ആ ചരിത്രം അറിയുന്നവരാണ് കേരള മുസ്ലിങ്ങൾ. കള്ളപ്പണം കൊണ്ട് കിട്ടിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ ഷെയർ കൊടുത്ത്
ആ പറയുന്ന ആൾക്കുള്ള ജാറുണ്ടാക്കിക്കോട്ടെ, ഞമ്മക്കതിൽ വേറൊന്നും പറയാനില്ല. പേരിനൊരു മുടിയുള്ള കൂട്ടരെ അവനാന് ഉള്ള ജാറാണ് ഉണ്ടാക്കണത്. ജീവിച്ചിരിക്കണ കാലം ജാറുണ്ടാക്കി വെക്കുക. എന്നിട്ടൊക്കെ പണി പൂർത്തിയായി ഉദ്ഘാടനത്തിൻ്റെ അന്ന് പറയും ഞാൻ മരിച്ചാണെങ്കിൽ നിങ്ങൾ ഇനി അവിടെ പറയിതാ മതി. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പം നടക്കുന്നത്. എന്നിട്ട് അത് ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ഹഡ്ഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. വിശ്വാസികളെ ഓർക്കുക, ആ രംഗത്ത് നമുക്കുള്ളത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും നടപടിക്രമങ്ങളും നമ്മളുടെ കുടുംബത്തിന്റെ ജീവിതത്തിലും എനിക്കും നിങ്ങൾക്കും കാണിക്കാൻ കഴിയുക എന്നതാണ്. അവർക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലേ, നമ്മൾ പറയും അല്ല വീട്ടില് വാപ്പ വന്നിക്കണോ, വാപ്പ സമ്മേളനത്തിന് എന്താ ബാപ്പാനക്കുറാഫിയാന്നാ പറയാ. ഉമ്മ പോന്നിക്കണോ, ഉമ്മയും വൈക്കടുക്കന്നല്ല. അപ്പൊ ഇതുവരെ പറഞ്ഞു കൊടുത്തുക്കണോ? ഞാൻ എത്ര പറഞ്ഞിക്കണേ, എന്തേച്ച് പറഞ്ഞു കൊടുത്ത്? അല്ല ഞാൻ എന്താ പറഞ്ഞു കൊടുത്തു ചോദിച്ചാൽ അതൊക്കെ പാടപ്പങ്ങളോട് അല്ല ഇത് പറഞ്ഞു കൊടുത്തുക്കണോ? പടച്ചോനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ അല്ല. ഞാനൊന്ന് പറയാൻ എനിക്ക് നേരം കിട്ടിയില്ല. പിന്നെ കൂട്ടരെ എന്ത് മുജാഹിദീങ്ങളാ നമ്മള്. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ ചെയ്തു തരുന്ന വാപ്പക്കും മക്കും സ്വർഗത്തിൽ കിടക്കാനുള്ള തൗഹീദ് വാപ്പക്കൊന്ന് വേണ്ട, വാപ്പക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. വാപ്പയാണെങ്കിലോ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുക. എടാ ഇജ് ഇവിടെ ഒന്നും ഇരുന്നാ എന്ത് ഇജൊന്നും ഉണ്ടാത്ത് അല്ല ഞാൻ എന്നാ പറയട്ടെ. അപ്പൊ തുടങ്ങുക, ഒരു സീഡി ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു വീട്ടിലിങ്ങനെ ഇടക്ക് മകൻ പറയും എന്റെ വാപ്പ ആനക്കുറാഫിയ, വാപ്പാനോട് ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ പറഞ്ഞ അവിടെ ഒരു ഖുർആൻ ക്ലാസ് ഒക്കെ പോയി. ഓനും ഓന്റെ വാപ്പിയും ഓന്റെ ഉമ്മയും ഓന്റെ പെങ്ങന്മാരും ഓന്റെ കുട്ടികളും വേറെ ആരുമില്ല. അപ്പൊ ഖുർആൻ ക്ലാസ് തുടങ്ങുമ്പോ തന്നെ ഈ വാപ്പ കട്ടിൽ വന്ന് അവിടെ അധ്യക്ഷനായിട്ടാണ് കുത്തുന്നത്. ഞാൻ അന്തം വിട്ടുപോയി. പഠിച്ചോനെ ഈ വാപ്പന്നെയല്ലേ ആ വാപ്പ? ചോദിച്ചു നോക്കുമ്പോ ആ വാപ്പന്നെയാ. വാപ്പ പ്രസംഗമൊക്കെ കേട്ടിട്ട് എല്ലാം കേട്ടു. തൗഹീദും ശിർക്കും ഇത് ഏലസൂതിക്കട്ടലും അള്ളാഹുവിനെ മാത്രം ഒക്കെ കേട്ടു. ഒരു 1.25 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ഇശക്ക് ബാങ്ക് കൊടുത്തപ്പോ നിർത്തി. ഉപ്പയോട് ചോദിച്ചു, ഉപ്പ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാകാതെ പഠിച്ചോനെ എന്തോരു നല്ല കാര്യം മോനെ, ഞാൻ ഇന്ന് വരെ എന്ത് അസുഖം വന്നാലും പഠിച്ചോനെ യാ അല്ലാഹ് യാ ഗഫൂറിനെ വിളിച്ചല്ലോ, അതുകൊണ്ട് ഇച്ച് പ്രത്യേകിച്ച് ഒരു പുതുമ തോന്നിയില്ല. അങ്ങനത്തെ ഒരു വാപ്പാനെയാണ് നമ്മൾ ആനക്കുറാഫിയ എന്നൊക്കെ പറഞ്ഞൊരു മൂലക്ക് എത്തിക്കണേ. പാവം പറഞ്ഞു കൊടുക്കി, ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കി. നമുക്ക് പള്ളിയിലേക്ക് വരുന്നുണ്ട്, ദീനിയായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾ ക്യാമ്പിന് നിൽക്കണോ? അല്ല, അവള് സുമായിദ. അതായത് സുമായിദ് കുറച്ച് സുന്നിയാണ്, കുറച്ച് മുജാഹിദുമാണ്. അതാണ് ഈ സുമായിദ്. അല്ലേ, എങ്ങനെയാ ഇതൊക്കെ ഉണ്ടായത്? എങ്ങനെയാ? ഇതൊരു മഹത്തായ ആദർശം. അത് നാളേക്ക് ഇന്ന് ഇവിടെ നടഞ്ഞാൽ നാളെ തുറക്കാനുള്ളതാണത്. മനസ്സിലായോ? നാളെ ഇന്ന് ഇവിടെ നടന്നിട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോ ആകാശം തുറന്നിട്ട് അവിടേക്ക് നമുക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ തുറക്കലിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മഹത്തായ ആദർശം അത് നമ്മളുടെ കുടുംബത്തിന്റെ തണലാകണം. അവരോട് നമ്മളുടെ മാതാപിതാക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് ജമാഅത്തായുള്ള നമസ്കാരവും മാതാപിതാക്കളോട് നന്മ ചെയ്യലും ആണ്. അവർ പറയുന്നത് കേൾക്കണം. അവരോട് അങ്ങോട്ട് പറയാൻ ചിലപ്പോ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു പോകും. അമ്മമാർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകും. വാപ്പാന്റെ കേൾവിയൊക്കെ കുറഞ്ഞു പോയി കാണും. വാപ്പ നമ്മളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങളെന്താ പറയണേ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതോടുകൂടി നിർത്തി. വാപ്പ വിചാരിച്ചു ഇനിയൊന്നും ചോദിക്കണ്ട. വാപ്പയോട് ഉറക്കെ പറഞ്ഞു കൊടുക്കുക. ഉറക്കെ പറഞ്ഞു കൊടുത്തിട്ടും വാപ്പാക്ക് കേൾക്കണില്ല. ഒന്നും കൂടി ഉറക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ വാപ്പ തലയാട്ടും. എന്താ കാരണറിയോ? ഈ ചെവിന്റെ കാതിന്റെ ശക്തി പോയത് എങ്ങനെയാ അറിയോ? മക്കളായ നമ്മൾ 2-4-5 ആൾക്കാരുണ്ടല്ലോ. ചെറിയോ വന്നോ ഓന്റെ വണ്ടിന്റെ ഒച്ചയൊക്കെ ഉണ്ടോ നോക്കാം. ചെവി ബാതിൽക്ക് അങ്ങനെ വെച്ചോക്കുക. ജനലിന്റെ അവിടെ ജനലിങ്ങനെ തുറന്നിട്ട് ഒന്നാമത്തോന്റെ വണ്ടി വരുന്നുണ്ട്, ഈ രണ്ടാമത്തോന്റെ വരുന്നുണ്ടോക്ക. ഇങ്ങനെ വെച്ചോക്കി പോയതാ. അല്ലാതെ 2 മൊബൈൽ ചെവിയിലേ ചേർന്നിട്ട് കേൾവി ശക്തി പോയതല്ല. നമ്മൾ മകൻ വരുന്നുണ്ടോ നോക്കിയിട്ട്. ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി പോയി. ഉമ്മ 2.5 കണ്ണട വെക്കാൻ തുടങ്ങിയത് എന്നാ ഞങ്ങള് മക്കളായ നമ്മളെ ജനൽക്കൂടി ഇങ്ങനെ നോക്കുക. ലൈറ്റ് കാണുന്നുണ്ട് അതാ അത് പോയി. ലൈറ്റ് കാണുന്നുണ്ട് അത് പോയി. ലൈറ്റ് കാണുന്നുണ്ട് എന്റെ മകൻ തന്നെ. അങ്ങനെ നോക്കിന്ന് 11 മണി വരെ 11:30 വരെ ഒരു ദിവസമൊക്കെ നോക്കിന്ന്. അങ്ങനെ 10,000 ദിവസങ്ങൾ നോക്കി നിന്നപ്പോ അമ്മന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി പോയി. ആ അമ്മ തപ്പിപ്പിടിച്ച് ഇങ്ങനെ പോകുമ്പോ ഉമ്മ ഒതുക്കേറിക്കോളി, ഉമ്മ ഇനി ഇറങ്ങിട്ടോ, ഉമ്മ ഒന്നും കൂടി കയറി, ഉമ്മ ഒന്നും കണ്ട് ഇറങ്ങിക്കോളിട്ടോ, ഒന്നും കണ്ട് കയറിക്കോളി, ഒന്നും കണ്ടിരുന്നോളിട്ടോ. അമ്മൽ കൂലി. നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ, മാതാപിതാക്കളുടെ അവരുടെ അനുഭവങ്ങൾ, അവരോടുള്ള സ്നേഹം, അവരോടുള്ള നമ്മളുടെ സമീപനം, അത് ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ പരിശ്രമിക്കുക എന്നത് നമ്മളുടെ ബാധ്യതയാണ്.
ഇതെല്ലാം ശരിയാകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ അടിത്തറയാകുന്ന വിവാഹം തുടങ്ങി ഉള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ആകണം എന്ന് പറയുന്നു. റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ നിരവധി കൈപ്പുരസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആധുനിക തലമുറ. എല്ലാം വളരെ ഭംഗിയായ വീടുകളും ഭംഗിയായ വസ്തുക്കളും ഭംഗിയായ വിഭവങ്ങളും ഒക്കെ നമുക്കുണ്ട്. പുകയില്ലാത്ത അടുപ്പ് വെച്ച വീട്ടിൽ മൊത്തം പുകയായ അനുഭവങ്ങൾ പോലും കുടുംബജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ നമുക്ക് മാറ്റം വരാത്തത്? ഒരുപാട് ക്ലാസുകൾ കേൾക്കുന്ന, ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കുന്ന വീടുകളിലുള്ള ആളുകൾ പോലും പലപ്പോഴും ചോദിക്കുന്നു, ഒരു കൗൺസിലറെ വേണം. എന്താ ജില്ലാ പഞ്ചായത്തിന്റെ അല്ല, ഒരു കൗൺസിലിങ്ങിനാണല്ലോ. അള്ളാന്റെ ആയത്ത് റസൂലിന്റെ ഹദീസ് ഒന്ന് ഇക്കോലത്തിൽ പറഞ്ഞു തന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഇനി ആര് പറഞ്ഞാലാ കേൾക്കുക? അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മളോട് പറയാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം. അതിനേക്കാൾ മഹത്തരമായ ഒരു വാചകം ഇനി ഏതാ? നിങ്ങൾ അങ്ങോട്ടൊരു വസ്ത്രം ഇങ്ങോട്ട് ഒരു വസ്ത്രമാണെന്ന് പറഞ്ഞാൽ പരസ്പരം ചൂടും തണുപ്പുമാണ്. സഹിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ഊട്ടി മൈസൂർ ഇങ്ങനെ ടൂറ് പോവുകയല്ല. ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകും. മിനിഞ്ഞാന്ന് പാനൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി. വിവാഹം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ വരൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ ഉപ്പയും ഉമ്മയും താങ്ങി. ആ വധുവിനത് താങ്ങാൻ അല്പം പ്രയാസമുണ്ടായി. ആ വധുവിനോട് അള്ളാഹുവിന്റെ വചനങ്ങളും റസൂലിന്റെ ഉപദേശങ്ങളും പ്രത്യേകം അവർക്ക് പറഞ്ഞുകൊടുത്തു, ബോധ്യപ്പെടുത്തി. ആ കുട്ടി ആ കാലം കഴിഞ്ഞ് പൂർത്തീകരിച്ചുകൊണ്ട് പഠന രംഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ആയിട്ടും 35 കൊല്ല എന്തേ ഒന്നുമില്ല മൗലവി, ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്താ ചെറിയ പ്രശ്നം? ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അർക്കലാണ്. എത്ര കൊല്ലായി തുടങ്ങിയിട്ട്? 35 കൊല്ലായി. എന്തേ നമുക്ക് പണി? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളുടെ ബാധ്യത എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ആകെ 40 അല്ല ശരാശരി കിട്ടുക. 50ന്റെ മേലൊക്കെ പോയാണ്ടല്ലോ അൽഹംദുലില്ലാ എന്ന് ഓരോ സെക്കൻഡിലും പറയേണ്ടി വരും. അങ്ങനത്തെ ആയിസാപ്പൊന്നൊക്കെ ഉള്ളത്. കാരണം അറിയോ, ഒക്കെ ഇങ്ങനെ പോവുക. ഞാൻ ഇന്ത്യങ്ങളെയൊക്കെ ഇരുത്തം കണ്ടാ തോന്നുന്നു ഒരു 60 വയസ്സായവരൊക്കെ ഓലൊക്കെ കൊയ്ജിക്ക് കാല് കിട്ടിയാലും നമ്മൾ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ഇഹലോകത്തേക്ക് കാലും ഒക്കെ ഇങ്ങനെ വെച്ചു കുത്തിർക്കണവരാന്നൊക്കെ കണ്ടാ തോന്നും. പള്ളിക്കലൊക്കെ ചെന്നാൽ അങ്ങനെ കാണേ. വയസ്സായ വല്യാപ്പിയും വല്യമ്മയൊക്കെ സുന്നത്തൊക്കെ കരിച്ചിട്ടുണ്ടാവും. ചെറുപ്പക്കാർ കാണാൻ നിക്കരിച്ച 4 റക്അത്തിന്റെ ക്ഷീണം കൈയൊന്ന് പൊന്തിച്ച് ഒന്ന് കൊടഞ്ഞ് ഒന്ന് ഊര തെളിഞ്ഞ് അത് പറയും, എന്തേ ഒന്നും ബെയ്യ, പണ്ടത്തെ മാതിരി ഒന്നും ബൈക്കണില്ല എന്ന്. അതൊക്കെ ഓലാ പറയണ്ടേ. അപ്പൊ നമ്മളെന്താ പറയറിയോ? എന്ത് സുന്നത്തും നിസ്കരിച്ചാത്തേ? ആക്കെ കുയ്യക്ക് കാല് കിട്ടിയോലല്ലേ എന്നാ. ബൈക്കുമ്പോ കാല് കിട്ടി ഇറക്കണത് വല്യാപ്പിന്നല്ലല്ലോ. ബൈക്ക് അങ്ങനെ മറിയണ്. റോഡ് റബ്ബറൈസ്ഡ് വേണം. എല്ലാരും കാല് കിട്ടി വെച്ചാ കുത്തിരിക്കണേ. അവനാനെ കൊണ്ട് കൈജിനെ എടുത്തോളി. അവനാനെ കൊണ്ട് ഉള്ളതുണ്ടാവും. അതൊന്നും നീട്ടിച്ചില്ലേന്നൊന്നും നോക്കി നമ്മൾ ആരും കാത്തിരിക്കണ്ട. നമ്മളുടെ നന്മ നമുക്കുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവനവന്റെ സൽക്കർമ്മങ്ങളോട് നമ്മളുടേതായ പണയപ്പെടുത്തപ്പെട്ടുകൊണ്ടാണ് ഞാനും നിങ്ങളും നിലവിലുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ലവരായി തീരണം. ഇടക്കരങ്ങാടിയിലും ഈ പന്തലിലും ഈ സ്റ്റേജിലും ഒക്കെ ഞാനും നിങ്ങളുമൊക്കെ വളരെ മാന്യന്മാരും നമ്മളെയൊക്കെ കാണുമ്പോ ഒരു അവാർഡ് കൊടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ റസൂലുള്ള പറഞ്ഞു, ഏറ്റവും നല്ലവന് ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. ഏറ്റവും നല്ല സ്വഭാവക്കാരൻ തന്റെ വീട്ടിലെ സഖിയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവാർഡ് ഉണ്ടാവില്ല. നമുക്ക് കിട്ടിയ അവാർഡിനെ തിരിച്ചു വാങ്ങേണ്ടി വരും. കാരണം നമ്മൾ എല്ലായിടത്തും അയാള് ഭയങ്കരല്ലേ, അയാൾ ഉഷാറാ. സ്കൂളിൽ ചെന്ന് ചോദിക്കുക, അല്ലോ അയാളുണ്ടല്ലോ ഭയങ്കര. പെരീ ചെന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് മൂപ്പര്? അത് ചോദിച്ചരുത്. ചോദിച്ചാ പിന്നെ ഞാൻ പറയും, പറഞ്ഞാ പിന്നെ മൂപ്പര് നോക്കും, കേട്ടാ പിന്നെ തൊലാക്കാവും. അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിക്കരുത് എന്നാ അങ്ങനത്തെ അന്ന് സമീപനം. അപ്പൊ സുഹൃത്തുക്കളെ, അവിടെ നന്നാകണം. വേറെ എവിടെ നിങ്ങൾ നന്നായിക്കോളി. സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയോട് പടച്ചോൻ ചോദിക്കുകയാണ്, മൂപ്പർ നിങ്ങളൊപ്പം ഉണ്ടായിനായിരുന്നു 10-50 കൊല്ലം, എന്തായാലും കഥ? പടച്ചോനെ എരുത്ത് നിർത്തല്ലേ, അന്ന് തന്നെ സഹിച്ചു, നീ കൂടി നിർത്തല്ലേ, നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്.
അതുകൊണ്ട് അത് ഖൈറാവണം. അവരോട് നല്ല നിലയിൽ മാന്യമായ വസ്ത്രവും മാന്യമായ ഭക്ഷണവും മഅറൂഫായ നിലയിൽ 1000 ഉറുപ്പ്യന്റെ തുണിയിപ്പ എടുത്തു കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എടുത്തു കൊടുക്കുന്നത് ഇസ്ലാമിക വസ്ത്രധാരണ രീതിയോടുകൂടി ആകണം. അത് നമ്മളും അത് പാലിക്കണം. ബാപ്പാക്കും ഉമ്മാക്കും നമ്മളെ മക്കളോട് പറയാൻ കഴിയണം. നിങ്ങൾക്ക് പറയാൻ കഴിയണം നിങ്ങളെ മോളോട്, മോളെ ഞാൻ ജീവിച്ചതുപോലെ ഈ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും. അത് പറയാൻ എത്ര അമ്മമാർക്കാ തയ്യാറുള്ളത്? വാപ്പാക്ക് പറയാൻ കഴിയണം 18 വയസ്സായ നമ്മളെ മകനോട്, മോനെ ഞാൻ ജീവിക്കണ പോലെ ജീവിച്ച്, ഞാൻ നിസ്കരിച്ചണ പോലെ നിസ്കരിച്ച്, ഞാൻ അമ്മാനോട് പെരുമാറുന്ന പോലെ പെരുമാറി, ഞാന് പിന്നെ നന്നായി പറയണ പോലെ പറഞ്ഞ്, ഞാൻ വർത്താനം പറയുന്ന പോലെ വർത്താനം പറഞ്ഞ്, ഞാൻ വീടിയൽച്ചണ പോലെ വീടിയൽച്ച, അതൊന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ, ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. പക്ഷെ നമ്മളെന്താ പറയാ അറിയോ? ഞങ്ങൾ രണ്ടാളും ഏതായാലും ഇങ്ങനെയായി, നിങ്ങളെങ്കിലും നന്നാകാൻ നോക്കി മക്കളെ. അങ്ങനെയൊന്നും പറയണ്ട. നമുക്ക് QHLS ഇല്ലേ, നമ്മളേതായാലും അങ്ങനെയാകേണ്ട ഒരു കാലമല്ലല്ലോ ഇത്. ഏത് പ്രായമാണോ ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ ഉതകുന്ന സംവിധാനമുള്ള ഒരു സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം. ചിലർക്ക് ഇങ്ങനെ തോന്നിയിരുന്നു സാഹിത്യം കുറച്ചൊന്ന് കുറഞ്ഞപ്പോ, നമുക്ക് സാഹിത്യം കുറച്ച് കുറവാണ്. ഇടക്ക് മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ എല്ലാവരും പറയും, നോക്കാണ് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയത്തിക്കൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും കണ്ടില്ലേ TV യിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, നമ്മളിങ്ങനെ കരയത്ത് തവളത്തിരക്കണി കുത്തിരിക്കാന്നൊക്കെ. ഇപ്പൊ ഓരോരുത്തർ പറയാ അള്ള കാത്ത് പഠിച്ചോനെ ആ ഇറക്കത്ത് ഇറങ്ങിക്കണമെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. എന്ത് നോക്കൂ നിങ്ങൾ, പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമീപനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ മാതൃകാ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇലക്ഷൻ കഴിഞ്ഞു, ആർക്കും ഒരു പണിയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇനി അടുത്ത 13-ാം തീയതി വരെ പണിയാണ്. അവനാന്റെ വോട്ടിംഗ് നടത്തിക്കോളി കേട്ടോ. പരലോകത്താണ് നമ്മളുടെ വോട്ടെണ്ണുക. അവിടെ സ്ഥാനാർത്ഥി തോൽക്കുന്നതും ജയിക്കുന്നതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് സൽക്കർമ്മം ചെയ്തോളു കേട്ടോ. ബാക്കിയുള്ളവരോ ഒക്കെ അങ്ങനെ അന്തം വിട്ട് കുത്തിർക്കുക. എവിടെ വേള് വെച്ചാലും 500 ആള്. കാരണം എന്താ അറിയോ, വോട്ട് അവിടെയായി, ഇനിയിപ്പോ എന്താ ഒരു പണിയില്ല, എന്നാ വേള് കേൾക്കുക. അതാ നമ്മളുടേത്. നമ്മളുടെ പൂർവ്വകാല പണ്ഡിതന്മാരും നേതാക്കന്മാരും അങ്ങനെയുള്ള സമീപനം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമുക്കെന്നും രാഷ്ട്രീയം വരുമ്പോ നേരത്തെ കാലത്ത് സുബൈയൊക്കെ നിസ്കരിച്ച് ഖുർആനെ ഓതിയിട്ട് പോയി വരി നിൽക്കും. അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചിലർക്ക് ഈ ബാധത്തായി. ഇപ്പൊ നിയമസഭ ശിർക്കാന്നാ തോന്നുന്നത്. എവിടെ ഈ സ്ഥാനാർത്ഥി ഒന്നും കാണാനില്ല അല്ലേ? പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ നമ്മളുടെ സമീപനത്തെ ഏതൊരു കാര്യത്തിലും ഏറ്റവും നല്ല മാന്യതയും ഇസ്ലാമികമായ വസ്ത്രധാരണ രീതിയും മക്കൾക്കുള്ള മാതൃകയും ഉപ്പമാരാകണം. മാന്യമായ ഒരു വീട് നമ്മളെന്ത് ചെയ്യുന്നറിയാം, വലിയൊരു പരക്കുള്ള പ്ലാന് വരച്ചിട്ട് കിട്ട് ഗംഭീരാക്കും. എന്നിട്ട് കാണാ അടി കാണാ നമ്മളെ നാട്ടിലെ പഴയ അടക്കട റോഡ് മാതിരി. ഇപ്പൊ അല്ലാഹു തൗഫീഖോട് റബ്ബറൈസ്ഡ് ആയിക്കണം. അവിടെ കിടക്കണാണ്. നമ്മൾ ചോദിച്ചാൽ പറയും ഒന്നുമില്ല, 15 കൊല്ലം കഴിഞ്ഞാൽ മാർബിളിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരെ അങ്ങനെ നടക്കുകയാണ്. പൊടിയും ചളിയും മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു മാന്യമായൊരു പോര അവർക്ക് ജീവിക്കാൻ. അവർക്ക് വേണ്ട വസ്ത്രം, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട ദീന് അല്ലേ? നിങ്ങൾ ഇവിടെ ഒക്കെ നിറഞ്ഞു. അള്ളാന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച സുദിനത്തിൽ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നു, ജുമാ നടക്കുന്നു. കുടുംബസമേതം പോണം. നമ്മളിങ്ങനെ ജുമാക്ക് വരിക, കുഞ്ഞുമൈദിക്കണ്ട്, അബ്ദുറാക്കണ്ട്, അവർക്കുണ്ട്. നമ്മൾ 3 ആൾ ഇങ്ങനെ പോരാ. അവരൊക്കെയും കുഞ്ഞുമൈദിക്കും സുന്നിപ്പള്ളിക്കൊക്കെ പോണേ, നമ്മൾ മുജാഹിദും പള്ളിക്കൊക്കെ പോണത്. അവരൊക്കെ ചോദിച്ചു എന്റെ പെണ്ണുങ്ങളുണ്ടോ? ഇല്ല. അബ്ദുറഹ്മാനൊക്കെ ചോദിച്ചു എന്റെ പെണ്ണുങ്ങളുണ്ടോ? ഇല്ല. ഞങ്ങൾ 2 ആള് പെണ്ണുങ്ങളും ഇല്ല, എന്റെ പെണ്ണുങ്ങളും ഇല്ല. അപ്പൊ നമ്മൾ 3 ആളും സുന്നിയാലേ എന്ന് പറഞ്ഞ് പോകല്ലാതെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ കുടുംബം എന്ന് പറയുന്നത് കല്യാണത്തിന് പോകുമ്പോൾ മാത്രം പോരാ. അല്ലാഹുവിന്റെ ആരാധനാലയത്തിലേക്ക് വിളിക്കപ്പെടുന്നതിൽ ഒരാഴ്ച നിങ്ങൾ പോയാൽ ആ ആഴ്ച ഐക്കോറക്ക് പകരം അയില വാങ്ങാനുള്ള ഒരു മനസ്സ് വിൽക്ക് പഠിച്ചോ കൊടുക്കും. ചെലവ് കൊണ്ട് ചുരുങ്ങും, നമുക്ക് മനസ്സമാധാനാവും, സ്വസ്ഥത കിട്ടും. സ്വർണത്തിന് നിങ്ങളൊക്കെ സ്വർണത്തിന് വില കണ്ടിട്ട് ബേജാറായി കാണും. ബലോ എന്ന് നോക്കി കാണും. കാരണം എന്താ, ഓർക്ക് അതേന്ന് നോക്കണ്ടുള്ളൂ. ഞമ്മക്കിന്ന് മീനിനെന്താ വില, അതിൻ്റെ വിലയൊക്കെ നോക്കണം. ഓർക്ക് സ്വർണത്തിന്റെ വില മാത്രം നോക്കിയാൽ മതി. ഒന്ന് കുറച്ചല്ലേ, ഒന്ന് ആവശ്യത്തിന്, ഒന്ന് മിതത്വപ്പെടുത്തുക. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. മാതാപിതാക്കൾ അവരുടെ കാര്യം, നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധം അത് ഒലക്കരുത്, അത് നമ്മൾ ഇല്ലാതെയാക്കരുത്. നമ്മളെ കുട്ടികൾ അനാഥായി പോകും. കൂട്ടരെ, നമ്മൾ തമ്മിൽ ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പറയുമ്പോഴത്തേനുണ്ടല്ലേ മക്കൾ ഇങ്ങനെ കണ്ണുക്ക് നോക്കണേ. ഓൽക്കറിയാം അന്നത്തെ വൈകുന്നേരത്തെ ചോറ് ഇപ്പം മുടങ്ങുന്നാ തോന്നണം. മിക്കവാറും ബാപ്പ ഗ്യാസിന്റെ പൈപ്പ് വരും. ഓൽക്കറിയാ സങ്കടാണത്.
വാപ്പി ഇമ്മ ഉണ്ടായിട്ട് കുട്ടികളെ അനാഥാലയത്ത് പറഞ്ഞേക്കേണ്ടി ഇവരെ കൂട്ടരെ, അല്ലെങ്കിൽ തന്നെ അനാഥകൾ ഉണ്ട് ഈ നാട്ടിൽ. അനാഥകളായ വാപ്പി ഇമ്മ ഇല്ലാതെ മരണപ്പെട്ടു പോയിട്ട് ആരോരുമില്ലാതെ ഇന്ന് പത്രത്തിൽ കണ്ടില്ലേ, ഇനി ഇവർക്ക് അച്ചമ്മയുള്ളൂ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് അനാഥകൾ ഉണ്ടായിട്ട് പടച്ചോ ഇക്കും ബോധം തന്നിട്ട് ഞാനും പെണ്ണുങ്ങളും തമ്മിൽ തെറ്റിയിട്ട് എന്റെ 3 കുട്ടികളെ അനാഥാലയ കമ്മിറ്റി പോറ്റേണ്ടി വരിക. എന്തേ നമ്മളെ തലച്ചോറിൽ ബുദ്ധിയില്ലേ? അത് ഉപയോഗിക്കുക, ക്ഷമിക്കുക. ആകെ ഒരു 10-50 കൊല്ലം തയ്ച്ചുണ്ടാവില്ല. അതെങ്കിലും ഒന്ന് ചൊകരും ചേൽക്കുക. അടങ്ങ് വേല, ഇത് അടങ്ങ് എന്ന് പറഞ്ഞ പോലെ ഒന്നടങ്ങി എന്ന് ഒരു മര്യാദക്ക് പള്ളിക്കും ജമായത്തിനും ദീനും ഒക്കെ ഒന്ന് കൊണ്ടുവരണം. പടച്ചോ നമുക്ക് ഒരു ഒരുമ തരും. പടച്ചോനോട് പ്രാർത്ഥിക്കുക. ഇത് ഇരിഞ്ഞിരിക്കുമ്പോ ആണ്ട് തിരിഞ്ഞിരിക്കും, ഇങ്ങോട്ടും തിരിഞ്ഞു തിരിക്കും. 10 മിനിറ്റ് വർത്താനത്തിന് ഇരിക്കുക സിറ്റ് ഔട്ടിൽ. അപ്പൊ നമ്മൾ ഭാര്യനോട് ചോദിക്കും, 35 കൊല്ലായി എന്നെ കെട്ടിയലിച്ച് കൊടുത്തിട്ട് എന്തേലും നേട്ടം ഉണ്ടായത്? പെണ്ണുങ്ങളോട് തിരിച്ചാ പെണ്ണുങ്ങൾ ഇങ്ങോട്ടും ചോദിക്കും, 35 കൊല്ലായി ഇങ്ങളൊപ്പം ഇറങ്ങി പോന്നിട്ട് എന്തേണ്ടായത് കഴിഞ്ഞു. അപ്പൊ ഉണ്ടാവും 10ാം ക്ലാസ് പഠിച്ച മകൻ വരുന്നേ, പാപ്പ നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, പരമാവധി A+ ഞാൻ വാങ്ങണുണ്ട്. അപ്പൊ അവന്റെ ബോധമെങ്കിലും നമുക്ക് ഉണ്ടായിക്കൂടെ? നമ്മൾ 10-15 ആയിട്ടുള്ള ഒരു മെച്ചം, ഇത്രയും നല്ല നേട്ടമുള്ള ദീനിയായി പഠിപ്പിക്കുന്ന ദീനിയായ സംവിധാനത്തിലേക്കുള്ള മക്കള് നല്ല നിലയിൽ വളർന്നു വരട്ടെ. അൽഹംദുലില്ലാ, MSMന്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ISMന്റെ ഒരു ഭാഗത്ത് നടക്കുന്നു. 10ാം ക്ലാസ് റിസൾട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വന്ന് ചോദിക്കുക, വാപ്പ ഞാൻ ഏതാ പഠിക്കണ്ടേ? അപ്പൊ വാപ്പയും ഉമ്മയായി നമ്മൾ പറയണേ, മോനെ എല്ലാത്തിനും A+ കിട്ടുകയാണെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ, എല്ലാത്തിനും D+ ആവുകയാണെങ്കിലോ ഈ കോളേജിൽ പോയി, അറബി കോളേജിൽ പോയിക്കോ. അപ്പൊ കുട്ടിക്കാണ് ദ്വേർക്കുക, പഠിച്ചോനെ എന്റെ പരലോകം നന്നാകാൻ വേണ്ടി എല്ലാത്തിനും D+ തരണേ എന്ന് ഓൻ ദ്വേർക്കുക. കാരണം ബാപ്പാക്ക് അന്തല്ല, ഞാൻ പിന്നെ എങ്ങനെയല്ലേ ഓൻ ദ്വേർക്കേണ്ടി വരിക? അപ്പൊ എന്ത് ചെയ്യാ? ഒരുത്തൻ അവിടെ ഉണ്ട്, ഒരുത്തൻ ഇവിടെ ആർട്സ് കോളേജിലുണ്ട്, ഒരുത്തൻ എന്ന അറബി കോളേജിൽ പോകട്ടെ, അവൻ പഠിക്കട്ടെ. എന്നിട്ട് 2-3-4 കൊല്ലം ആയത്തും ഹദീസും പഠിച്ച് എടക്കര പള്ളിയിലെ മെമ്പറിൽ കയറി നമ്മൾ മുമ്പിൽ ഇരിക്കുമ്പോ ആയത്തും ഹദീസും ഓതിക്കൊണ്ടവൻ ഖുത്ബ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയും. അല്ല ഞാൻ കണ്ണ് പുറത്തേക്ക് തള്ളു, ഈ ആഴ്ച ആരാ ആരെയും കാണാനല്ലോ എന്ന് പറഞ്ഞിട്ട് ബേജാറായി കണ്ണ് പുറത്തേക്ക് തള്ളണം. മറ്റേത് കണ്ണിങ്ങനെ നിറയും സന്തോഷം കൊണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിനു കൂടിയുള്ള തൗഫീഖ് അല്ലാഹു നമ്മളെ മക്കളെ കൊണ്ട് എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു, MSMന്റെ മോറൽ സ്കൂൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ കാലമാണ്. കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ രക്ഷിതാക്കൾ അത് തെരഞ്ഞെടുത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അയക്കണം. ഈ സമ്മേളനം ഇത് കഴിഞ്ഞ ഉടനെ നമ്മുടെ പള്ളിയിൽ വെച്ച്, പള്ളിയുടെ സമീപത്തുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുങ്കത്തറ, നിലമ്പൂര്, മൂത്തേടം, എടക്കര തുടങ്ങിയ MSM മണ്ഡലത്തിലെ പ്രവർത്തകന്മാരുടെ അടിയന്തരമായ യോഗം മണ്ഡലം കമ്മിറ്റി, ഇതിന്റെ ഒരു ഏരിയ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയാൻ അവർ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം MSMന്റെ തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മോറൽ സ്കൂളിന്റെ അതിന്റെ അവസാനത്തെ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചും ഒക്കെ അടിയന്തരമായി ആലോചിക്കാൻ അസർ നമസ്കാര ശേഷം നിങ്ങളവിടെ ഉണ്ടാകണം എന്ന് പ്രത്യേകം MSMകാർ അറിയിച്ചിരിക്കുന്നു. രക്ഷിതാക്കളോട് പറയുന്നു, നിങ്ങളുടെ കുട്ടികളൊക്കെ MSMൽ മെമ്പറാണോ എന്ന് നിങ്ങൾ ചോദിക്കണം. അല്ലെങ്കിൽ എടക്കര ചന്തയിലെ മെമ്പർഷിപ്പിലോ ഉണ്ടാവും എന്തെങ്കിലും ഒരു ചന്ത കേസിൽ. അതുകൊണ്ട് അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ നോക്കി നല്ലവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.